ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് കേരളത്തിലെ പദവികളിൽ ആരെല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് 22ാമത് കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 22ാമത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എല്ലാവർക്കും അറിയാം, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. 23ാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 23ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 12ാമത്തെ വ്യക്തിയാണ് മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. കേരള മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് വി കെ രാമചന്ദ്രൻ. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ്. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആരാണ്? വി കെ രാമചന്ദ്രനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എ ജെ ദേശായി. 38ാമത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എ ജെ ദേശായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ ജെ ദേശായി ആണ്. 38ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എ ജെ ദേശായി. കേരള ചീഫ് സെക്രട്ടറി ആണ് വി വേണു. കേരള ചീഫ് സെക്രട്ടറി ഇപ്പോൾ വി വേണു ആണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആണ് വി വേണു. കേരള ചീഫ് സെക്രട്ടറി വി വേണു ആണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആണ് വി വേണു. അപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് 22ാമത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 23ാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ ജെ ദേശായി 38ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരള ചീഫ് സെക്രട്ടറി ആണ് വി വേണു. 48ാമത് കേരള ചീഫ് സെക്രട്ടറി വി വേണു ആണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ജസ്റ്റിസ് ആരുൺ റഷീദും. കേരള ഉപലോകായുക്ത ആരൊക്കെയാണ്? ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ജസ്റ്റിസ് ഹാരൂൺ റഷീദുമാണ് കേരള ഉപലോകായുക്ത. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും കേരള ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും ജസ്റ്റിസ് ഹാരൂൺ റഷീദുമാണ് കേരള ഉപലോകായുക്ത. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. സഞ്ജയ് കൗൾ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അപ്പോൾ കേരള അഡ്വക്കേറ്റ് ജനറൽ ആണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ഉപലോകായുക്തയാണ് ജസ്റ്റിസ് ബാബു മാത്യു ബി ജോസഫും ജസ്റ്റിസ് ഹാരൂൺ റഷീദും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് എസ് മണികുമാർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? എസ് മണികുമാർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എ റഷീദാണ്. എ റഷീദ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാനാണ് വിശ്വാസ് മേത്ത. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ വിശ്വാസ് മേത്തയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ ആരാണ്? വിശ്വാസ് മേത്ത. സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആണ്. സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം. സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആണ്. മനോജ് എബ്രഹാം ആണ് ഇപ്പോഴത്തെ സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ
പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് കെ സി റോസക്കുട്ടി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിശ്വാസ് മേത്തയാണ്. സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് പി സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണാണ് കെ സി റോസക്കുട്ടി. കെ സി റോസക്കുട്ടി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് എം ആർ ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് എം ആർ ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു ആണ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് വിജയാനന്ദ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദാണ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് വിജയാനന്ദ്. വിജയാനന്ദ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി എൻ കരുണാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. രഞ്ജിത്ത് ബാലകൃഷ്ണൻ. സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് മധുപാൽ. മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലും മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ്. മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് എം ആർ ബൈജു ആണ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ്. മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കടയാണ്. മലയാളം മിഷൻ ഡയറക്ടറാണ് മുരുകൻ കാട്ടാക്കട. കേരള സാഹിത്യ അക്കാദമി ചെയർമാനാണ് കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകല അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിതകല അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ. അപ്പം കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.